അങ്ങനെ ഈ ഹാച്ച് ബാക്ക് വാഹനങ്ങൾ പ്രീമിയമായി തന്നെ ആളുകൾ കൊണ്ടു നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടാറ്റ ആൾട്രോസ് വളരെ പുതിയ മോഡൽ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ഫ്രണ്ട് ഡിസൈനിലാണെങ്കിൽ ഒരു 3D എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ഗ്രില്ലിലായാലും ഹെഡ്ലൈറ്റ്സിലായാലും തന്നെ ഒരു 3D ഡിസൈനിങ് ആണ് ഈ വാഹനത്തിന് അവകാശപ്പെടുന്നത്. സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാൻ കഴിയും. അലവിൽ ഡിസൈൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 16 ഇഞ്ച് ടയർ സൈസാണ് നമുക്ക് പ്രൊവൈഡ് ആവുന്നത്. ഡോർ ഹാൻഡിൽസിലാണെങ്കിലും ഫ്ലഷ് ടൈപ്പ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. റിയറിൽ വന്നു കഴിഞ്ഞാൽ ടൈലൈറ്റ്സ് എലമെൻറ്റ്സിലും ഒപ്പം ഇൻഫിനിറ്റി കണക്റ്റിംഗ് ടൈലൈറ്റ്സ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് പാട്ടെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ബേസിക് ഓപ്ഷൻസിൽ പോലും 6 എയർ ബാഗ്സ് കാണാൻ കഴിയും. ഒപ്പം ഇൻഫോടൈൻ സിസ്റ്റം ആണെങ്കിലും ക്ലസ്റ്റേഴ്സ് എല്ലാം തന്നെ 10.2 സൈസിലുള്ള ബിഗർ സൈസിലുള്ള സ്ക്രീൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൺറൂഫിനകത്തും മാറ്റങ്ങൾ കാണാൻ കഴിയും. ഒപ്പം മികച്ച കുഷനിങ്ങും തൈ സപ്പോർട്ട് എല്ലാം തന്നെയാണ് ഈ വാഹനത്തെ ഫ്രണ്ട് സീറ്റും റിയർ സീറ്റും നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ വാഹനം ഹാച്ച് ബാക്കിൽ പെട്രോളും ഡീസലും കിട്ടുന്ന ഒരു ബ്രാൻഡായി ടാറ്റ ആൾട്രോസ് മാറിയിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസിൽ നമുക്ക് ഈ വാഹനം ഇവിടെ പെട്രോൾ, CNG, ഡീസൽ 3 വാഹനത്തിൽ കിട്ടും. ഒപ്പം ട്രാൻസ്മിഷൻ ആണെങ്കിലും മാനുവലും ഓട്ടോമാറ്റിക്കും DCT ഓട്ടോമാറ്റിക്കും നമുക്ക് ഈ വാഹനം ലഭിക്കുന്നതാണ്.